എന്തൊക്കെയുണ്ട് സുഹൃത്തുക്കളെ വിശേഷം? നമ്മൾ ഇപ്പോൾ മണ്ണാറശാലയ്ക്ക് പോയിക്കൊണ്ടിരിക്കുക. നല്ലൊരു വ്യൂ ഉണ്ട് അവിടുത്തെ. എടുക്കാനാണ് ഇപ്പൊ കറക്റ്റ് വ്യൂ. നമ്മള് ഇപ്പൊ മണ്ണാറശാലയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്താറായി. രാവിലെ നമ്മൾ ഇറങ്ങിയതാണ്, കഴിച്ച പോലും ഇല്ല രാവിലെ. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ എങ്ങനെ വരുന്നേ? മുണ്ടക്കയത്തുനിന്ന് വരുമ്പോഴത്തേക്ക് ഏത് വഴിയാ വരുന്നത്? മുണ്ടക്കയം, കാഞ്ഞിരപ്പള്ളി, പൊൻകുന്നം, കറുകച്ചാല്, തിരുവല്ല. നമ്മൾ വന്നിട്ട് ഒത്തിരി നാളായില്ല. നമ്മൾ ഏകദേശം എത്താറായി. വലത്തോട്ടാ. ഇവിടെ നമ്മളിങ്ങോട്ട് വന്നിട്ട് ഒത്തിരി നാളായില്ലേ? കുറെ നാളായി. ഈ വർഷങ്ങളായി നമ്മൾ ഈ ഒരു ഭാഗത്തോട്ട് അമ്പലത്തിലോട്ടൊക്കെ വന്നിട്ട്. കൊറോണയ്ക്ക് മുമ്പേ നമ്മൾ ഇങ്ങോട്ട് വന്നത്. അത് കഴിഞ്ഞ പിന്നെ ഇവർക്ക് ഒന്നും വന്നിട്ടില്ല. പോകുന്ന വഴിയെല്ലാം അടിപൊളിയാണ്, നല്ല വ്യൂ ഉണ്ട്. നമ്മൾ ആ സൈഡിൽ കിടന്നിട്ട് ഈ സൈഡിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇതല്ലേ. കുറച്ച് കഴിഞ്ഞ് ചിലപ്പോൾ രണ്ട് വഴിയുണ്ടെന്ന്. ഒന്ന് വലത്ത് തിരിഞ്ഞു പോവാം, അല്ലെ നേരെ പോയി കഴിഞ്ഞാൽ അമ്പലത്തിലോട്ട് അങ്ങ് ചെല്ലും. അടിപൊളി, സൂപ്പർ, എന്താ അടിപൊളി കാര്യം. അവസാനം നമ്മളിവിടെ എത്തി സുഹൃത്തുക്കളെ. പിന്നെ വരുന്ന വഴിക്ക് ഒരുപാടധികം ആൾക്കാർ പാർക്കിങ്, ഫ്രീ പാർക്കിങ് എന്നൊക്കെ പറഞ്ഞ് നിൽപ്പുണ്ട്. അപ്പോൾ അകത്ത് തിരക്കാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ ആ ഒരു സൈഡിലോട്ട് വിളിക്കുന്നത്. അപ്പോൾ ഈ അകത്തെ തിരക്കൂടൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണം നമ്മൾ പുറത്തെ പാർക്കിംഗ് ഒക്കെ യൂസ് ചെയ്യാനായിട്ട്. ചിലപ്പോൾ പാർക്ക് ചെയ്തൊക്കെ കഴിഞ്ഞ് നമ്മൾ അവസാനം പോകാതാകുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നോക്കിയിട്ടൊക്കെ ചെയ്യുക വരുന്നവർ. അകത്തോട്ട് വരുന്ന ബസ്സാണ് അത്. ചങ്ങനാശ്ശേരിക്കോ? ഇതുവഴി ഫുള്ള് ബസ്സാണ്. എന്തോരം ബസ്സാ പോകുന്നത്. ഇവിടെയാണ് ഒരുപാട് കടകളൊക്കെ ഉണ്ട് ലെഫ്റ്റ് സൈഡിലായിട്ട്. നമ്മുടെയൊക്കെ നാട്ടിൽ ഉത്സവത്തിന് കാണുന്ന അതുപോലുള്ള കടകൾ ഒത്തിരി ഉണ്ട് സൈഡ് നിറച്ച്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തിരക്ക് ഭയങ്കര കൂടുതലാണ്. ഫുള്ള് വണ്ടിയാണ്. കടല ഇഷ്ടംപോലെ കടല, എല്ലാ സെറ്റപ്പും ഉണ്ട് ഇവിടെ. തിരക്ക് ഭയങ്കര കൂടുതലാണ്. ഞായറാഴ്ച ആയതുകൊണ്ട് ഭയങ്കര തിരക്കാണ്. ഇങ്ങനെ KSRTC ബസ്സൊക്കെ ഒരുപാട് ഇങ്ങനെ വരുന്നുണ്ട്. നല്ലൊരു ബ്ലോക്ക് അവിടെ എല്ലാതായിട്ട് ഉണ്ടാകുന്നുണ്ട്. ഗൂഗിൾ മാപ്പ് നോക്കി വന്നു കഴിഞ്ഞാൽ കണ്ട ഊടുവഴിക്കെല്ലാം പോയി കയറി എത്തിച്ചേരും എങ്ങനെയാലും അവിടെ. നല്ല തിരക്കാണ് അവിടെ എല്ലാം. ഇത് നമ്മുടെ അമ്പലത്തിലെ അന്നദാന മന്ദിരമാണ്. ഇവിടാണ് അന്നദാനവും അതുപോലെ പരിപാടിയൊക്കെ നടക്കുന്നത്. ഫുഡിപ്പോ ആ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ്. ബസ് സ്റ്റാൻഡാണ്. അനിഴം ബസ്സുകളാണ് ഈ ഒരു ഭാഗത്ത്. ഒത്തിരി ബസ്സുണ്ട് അനിഴത്തിന്റെ. നമ്മൾ ഫൈനലി അമ്പലത്തിലെത്തി. നമ്മുടെ വഴിപാട് കഴിപ്പിക്കുന്ന ആ ഒരു ഏരിയ ആണ് ഇത്. ഇവിടാണ് നമ്മൾ കൊടുക്കുന്നത്. അമ്പലത്തിലെ വഴിപാടുകളുടെ കംപ്ലീറ്റ് ലിസ്റ്റ് ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വായിച്ചു നോക്കുക വേണ്ടവരൊക്കെ. മൊത്തം കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളും വില, അടിസ്ഥാന വിവരങ്ങളും എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ അമ്പലത്തിനുള്ളിലോട്ട് കയറുക. ഇവിടെ നിന്ന് അകത്തോട്ട് ഫുള്ള് കാവാണ്. പാമ്പുകൾ കൊണ്ട് നിറഞ്ഞ കാവാണ് ഇനി ഉള്ളിലോട്ട്.
ഗായ്സ്, ഇവിടെ ഒരു കുളമുണ്ട്. ഈ കുളത്തിൽ നിറച്ച ആമകളാണ്. മൊത്തം ആമയാണ് ഈ കുളത്തിൽ. അതുകൊണ്ട് ഈ കുളം നോക്കി, എൻ്റെ നിറച്ച ആമകളാണ്. ഇതിൻ്റെ നേരെ ഈ ഒരു വശത്തായിട്ടാണ് നമുക്ക് പായസമൊക്കെ കിട്ടുന്ന സ്ഥലമുള്ളത്. ഇവിടെ നിന്ന് നമ്മൾ വാങ്ങിച്ച പായസം ഇത് ഒരു ടിന്നിന് 70 രൂപയാണ്. അപ്പം ആണെങ്കിൽ 40 രൂപയും വരും. രാവിലെ മുതൽ നമ്മൾ ഒന്നും കഴിക്കാതെ വിശന്നിരിക്കുവായിരുന്നു. നമ്മളപ്പോൾ ഇവിടെ ഒരു ഹോട്ടലിൽ കയറി കഴിക്കാൻ കരുതി എന്നിട്ട് കയറിയതാ. ദോശ, പൊറോട്ട, പൂരി, മസാല. എന്താണ് പൂരി? ഒരു മണിയാകുമ്പോഴത്തേക്ക് നട അടയ്ക്കാം. അകത്തോട്ട് ക്യാമറ റെസ്ട്രിക്റ്റഡ് ആണ്. അപ്പോൾ നമുക്ക് ക്യാമറ അകത്തോട്ട് കയറ്റി വീഡിയോ എടുക്കാനൊന്നും നടക്കത്തില്ല. ആ ഒരു കാവിൻ്റെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ അവിടെ ഒന്നും കുഴപ്പമില്ല. അതിൽ ഞാൻ ഈ ഒരു വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കിയുള്ളത് റെസ്ട്രിക്റ്റഡ് ആണ്, ചെയ്യാൻ പറ്റത്തില്ല. മണ്ണാറശാലയിൽ നമ്മൾ ഇറങ്ങി. നമ്മൾ ഇനി പോകുന്നത് ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലോട്ടാണ്. നട അടച്ച് കാണും. ഇപ്പം നമ്മൾ ഇച്ചിരി ലേറ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പം തന്നെ നമുക്ക് പോയി നോക്കാം. ഒന്നാകുമ്പം ഇവിടെ അമ്പലം അടയ്ക്കും. ഇപ്പം നമ്മൾ വന്നപ്പോൾ ലേറ്റായി പോയി. പക്ഷെ നമുക്ക് അകത്ത് കയറാം, തൊഴാൻ പറ്റത്തില്ലെന്നേ ഉള്ളൂ. ഉച്ചയായതുകൊണ്ട് കല്ലിലൊക്കെ വന്ന് പഴുത്തിരിക്കുക. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ആയതുകൊണ്ട് തന്നെ മയിലുകളുണ്ട് ഇവിടെ. ഇതിനുള്ളിലായിട്ട് മയിലുകളുണ്ട്. തിരിച്ചു വരുന്ന വഴിക്ക് നമ്മൾ കണ്ടൊരു കാഴ്ചയായത്. നല്ല രസമുണ്ട് കാണാനായിട്ട്. നമ്മൾ ഈ ഹൈ റേഞ്ച് ഏരിയയിൽ നിന്ന് ഇതുപോലുള്ള സ്ഥലങ്ങളോട്ട് വരുമ്പോൾ കാണുന്നൊരു കാഴ്ചയായിട്ട് നമുക്ക് തോന്നിയൊരു ഇതായിരിക്കും. ഇപ്പോൾ ഇവിടെ ഉള്ളവർ ഹൈ റേഞ്ച് ഏരിയ വരുമ്പോഴത്തേക്ക് അവർക്കൊരു ഇതുണ്ടാവുമല്ലോ. നല്ല രസമുണ്ട് കാണാനായിട്ട് എന്തായാലും ഈ ഒരു സ്ഥലങ്ങൾ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ഫാമിലി ജോയിൻ ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ വൈകിട്ട് 5:45 കാണാം. ബൈ.